ചെയ്യുന്ന സമയത്ത് നല്ല ഫണ്ണും നല്ല എനർജിയും വൈബും ആയിരുന്നു. അപ്പൊ അതേ ഫണ്ണും എനർജിയും വൈബും ഓഡിയൻസിനും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ആണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ഞാൻ ബുദ്ധിമുട്ടിയതോ ഐ മീനോ അല്ല, ഞാൻ ജസ്റ്റ് ആലോചിക്കട്ടെ. ഇനി അതിൽ കയറി പിടിക്കരുത്. ഉത്തരം പറയട്ടെ. സോൺ ഔട്ട് ആയി പോയി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങള് കൊടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ നല്ല കംഫർട്ട് ആയിരുന്നു. അതെ, നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു സിനിമ ചെയ്തത്. ബേസിക്കലി അതാണ് പ്രൊഡക്ഷൻ. ആർട്ടിസ്റ്റുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടായി കൊടുത്തിട്ടില്ല. അതാണ് പഴംപൊരി ഓരോ ഷോട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു. അതെ, ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള ഈ ഇടി സീക്വൻസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും എവിടെയെങ്കിലും അന്നേരം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വരായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? കൈയും കാലം ഒടിയ അങ്ങനെ എന്തൊക്കെ? അത്രയ്ക്കൊന്നുമില്ല, അങ്ങനത്തെ ഭയങ്കര ഇടിയൊന്നുമില്ല ഈ സിനിമയിൽ. ബേസിക്കലി ഇതൊരു കോമഡി എന്റർടൈനർ. അതിന്റെ ഇടയിൽ കുറച്ച് ഇടി വരുന്നുണ്ട്. അല്ല അടി അങ്ങനൊന്നുമില്ല. അതിരടി എന്നുള്ളത് അടിപൊളി എന്നുള്ള ഒരു തമിഴ് അങ്ങനത്തെ ഒരു അർത്ഥം വരുന്നൊരു തമിഴ് വേർഡാണ്. അപ്പൊ അല്ലാതെ അടി മാത്രമല്ല, ഐ മീൻ ലൈക്ക് അതിരടിയാണ്. അപ്പൊ അതൊരു ലൈക്ക് ഇങ്ങനെ കുറെ തമാശകളും അതൊന്നും അതിന്റെ ഇടയിൽ കുറച്ച് അടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബേസിക്കലി ഇതൊരു കോളേജ് ക്യാമ്പസിന്റെ അകത്ത് നടക്കുന്ന കോമഡികളും ക്യാമ്പസിന്റെ അകത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്ന ആ ഫെസ്റ്റിന്റെ ഇടയിലേക്ക് വരുന്ന പ്രശ്നങ്ങളും അതിന്റെ ഇടയിൽ വേറെ ഒന്നും ചോദിക്കുമല്ലോ ഈ പെണ്ണ്, അതുകൊണ്ട് ഇതിൽ തന്നെ പറഞ്ഞു തീർത്തേക്കാം. അതുകൊണ്ട് അറിയാച്ചിരിക്കുന്നു. ഓക്കെ, ബ്രോ ഇസ് ബാക്ക് ടു ഹിസ് ടെംപ്ലേറ്റ് ആൻസർ. അതാണ് ഇത് പറഞ്ഞില്ലെങ്കിലേ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് വീണയ്ക്ക് മാത്രമേ ഗുണമുണ്ടാവൂ. അതുകൊണ്ട് നമുക്കും കൂടെ ഞങ്ങൾക്കും കൂടെ കുറച്ച് ചീരയെ കൂടെ കുറച്ച് അപ്പോ അത് റെഡി. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇട്ടേക്കണേ. അതിരടി പോസ്റ്ററൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ, എല്ലാ ഫ്രെയിമിലും ഉണ്ടല്ലോ അല്ലെ. എന്ത് റീല് കട്ട് ചെയ്തിടുമ്പോഴും നമ്മുടെ അതിരടിയേക്കാളും കൂടുതലുള്ള നീയാ. അത് മതി, എന്തെങ്കിലും മതി. തൽക്കാലം ഇപ്പൊ അത് മതി.